ഓരോ തെരഞ്ഞെടുപ്പുകളും ജനാധിപത്യ പ്രക്രിയയ്ക്കപ്പുറം ഓരോ അടയാളപ്പെടുത്തലുകൾ കൂടിയാണ്. അതിൽ പ്രധാന പങ്കാണ് അന്നത്തെ ചുവരെഴുത്തുകൾക്കുള്ളത്. 1957 തെരഞ്ഞെടുപ്പിലെ അത്തരമൊരു അടയാളപ്പെടുത്തലിന്റെ ശേഷിപ്പ് എറണാകുളം ഇടപ്പള്ളിയിലെ ഒരു ചുമരിൽ ഇപ്പോഴുമുണ്ട്. ഇടപ്പള്ളി നാലങ്ങാടിയിലെ ഈ പുരാതന കെട്ടിടം ഒരു കാലഘട്ടത്തിന്റെ തന്നെ അടയാളമാണ്. അതിന്റെ പിൻചുവരിൽ ഇപ്പോഴും മാഞ്ഞിട്ടില്ലാത്ത ഈ തെരഞ്ഞെടുപ്പ് ചുവരെഴുത്ത് 67 വർഷങ്ങൾക്ക് മുമ്പ് കേരള രാഷ്ട്രീയത്തിന്റെ പോരും ചൂടും വ്യക്തമാക്കുന്നതാണ്. അന്ന് കുറെ ചെറുപ്പക്കാരൊക്കെ കൂടി അവർക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി. അവർ 10-70 വർഷങ്ങളെ ആയിട്ടുണ്ടാവും. അന്നൊക്കെ ഇലക്ഷൻ തന്നെ ഒന്നിച്ചാണ്. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാരതിൻ്റെ പേരിൽ ചിഹ്നമൊക്കെ ഒന്നതിൻ്റെ പേരിൽ കാളപ്പെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അത് അവരുടെ പേര് വിവരങ്ങളാണ് എഴുതിയേക്കുന്നത്. പാർലമെൻറ്റിലേക്ക് എ തോമസും അസംബ്ലിയിലേക്ക് AV ജോസഫും. പാർലമെൻറ്റിലേക്കുള്ള ആൾ ജയിച്ചു, ജോസ്പേട്ടൻ തോറ്റുപോയി. ഇടപ്പള്ളി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം മഹാത്മാ വായനശാലയും കോൺഗ്രസിന്റെ ഓഫീസുമാണ്. 1957 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടന്ന സമയത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ചുവരെഴുത്താണ് ഇത്. പാർലമെന്റിലേക്ക് AM തോമസും അസംബ്ലിയിലേക്ക് AV ജോസഫും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി കാളപ്പെട്ടി ചിഹ്നത്തിൽ ജനവിധി തേടി. ലോക്സഭയിലേക്ക് AM തോമസ് 10,623 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ലോക്സഭയിലേക്ക് AM തോമസ് 10,623 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച DCC പ്രസിഡന്റ് AV ജോസഫിനെ 3,786 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM-ലെ TK രാമകൃഷ്ണൻ പരാജയപ്പെടുത്തി. 6.5 പതിറ്റാണ്ട് കഴിയുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിന്റെ പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ചുവരെഴുത്തിന് തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം പ്രസക്തി ഏറെയാണ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.